ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ജൂൺ 22. ഇന്നിപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട്. അതിനയുടെ കല്യാണത്തെ പറ്റി 2 വാക്ക് സംസാരിക്കും, കിണ്ണം സംസാരിക്കും. ഇന്ന് കല്യാണമാണ്, നിക്കാഹ്. എന്തെങ്കിലും പറയട്ടെ, എന്തെങ്കിലുമൊക്കെ ക്യാമറ വന്നാൽ മറക്കും എല്ലാം എന്നാ ഓർക്കുന്നത്. അതുവരെ നീ പറ. ഏത് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അതെ കെട്ടിപ്പോട്ടെ. ഈ കല്യാണം കഴിഞ്ഞുള്ള ജീവിതം അത്ര സിമ്പിൾ അല്ല. അതിലേക്ക് അതിനെ ക്ഷണിച്ചു കൊള്ളുന്നു. കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാഗതം. അതെ അതെ. ഇത് കഴിക്കുന്നില്ല, ഞാൻ ലൈഫിൽ കല്യാണം കഴിക്കുന്നില്ല. ഒന്ന് തിരിച്ചിരുന്നെങ്കിൽ. അപ്പോൾ നമ്മൾ കുറേ കാര്യമൊക്കെ പറഞ്ഞ് നേരെ ഓഡിറ്റോറിയത്തിലേക്കാണ് പോകുന്നത്. അതിന് മുന്നേ നമ്മൾ ഒരാളെ എടുക്കാനുണ്ടായിരുന്നു. അവളെ എടുത്തിട്ട് നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലെത്തി. അപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്തത് ഈ ഒരു ഫ്ലവറൊക്കെ ഈ കേക്കിലോട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മളിതൊക്കെ സെറ്റ് ചെയ്ത് സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെക്കൻ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ചെക്കൻ്റെ എൻട്രിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് വന്നിട്ട്. അപ്പോൾ അവൾക്കിനി ഡ്രസ് ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ ഡ്രസ് ചേഞ്ച് ചെയ്യാനായിട്ട് പോയ സമയം കൊണ്ട് നമ്മൾ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡൊന്നും പറയാനില്ല, അടിപൊളി ഫുഡായിരുന്നു. ഫുഡും കാര്യങ്ങളും ഇവൻറ്റും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അതിന് മാളും അപ്രൂവ് ചെയ്തതാണ്, നല്ലതാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ പുറത്ത് പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രസ് ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൾ സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രൂമിൻ്റെ റിലേറ്റീവ്സിൻ്റെ സൈഡിൽ നിന്ന് പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അതേ കൈയൊക്കെ പൊട്ടി പാട്ടൊക്കെ പാടുന്നുണ്ടല്ലേ. അപ്പോൾ ഞാൻ ഈ ട്രിവാൻഡ്രം സൈഡിലൊന്നും ഇങ്ങനൊരു പരിപാടി അധികം കണ്ടിട്ടില്ല. പിന്നെ ഇവളുടെ ചെക്കൻ വന്നിട്ട് കണ്ണൂർ സൈഡാണ്. അപ്പോൾ ചിലപ്പോൾ അവിടേക്ക് ഇങ്ങനെയാവും. അപ്പോൾ എന്തായാലും പരിപാടിയൊക്കെ നല്ല ഉഷാറായിരുന്നു. ഇപ്പോൾ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും എൻട്രി ആയാലും അതുപോലെ തന്നെ ഗ്രൂമിൻ്റെ റിലേറ്റീവ്സിൻ്റെ സൈഡിൽ നിന്നുള്ള ആ ഒരു പാട്ടായാലും ഒക്കെ അടിപൊളിയായിരുന്നു. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പോയ കട തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വേറൊരു കടയിൽ പോയിട്ട് ചായ കുടിച്ചിട്ട് നേരെ തിരിച്ചു പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.